അൽമദീന ആപ്ലിക്കേഷൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിലെ സെർച്ച് ബാർ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ സെർച്ച് ബാറുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അഥവാ സെർച്ച് ബാർ ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വിഷയങ്ങൾ കണ്ടെത്തുന്നത്, ചരിത്രങ്ങൾ കണ്ടെത്തുന്നത്, ആയത്തുകൾ കണ്ടെത്തുന്നത്. അതുപോലെ സെർച്ച് ബാർ വഴി നമ്മൾ കണ്ടെത്തുന്ന ഒരു വിഷയത്തെ, ഒരു ടോപ്പിക്കിനെ നമുക്ക് പിന്നീടുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമുക്ക് ആ വിഷയം എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെർച്ച് ബാർ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടിപ്സുകളാണ്. 10-12ഓളം കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും അത് സെർച്ച് ബാറിൽ നമ്മൾ പരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച്, നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്ററിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രഭാഷണത്തിനുള്ള മാറ്റർ തയ്യാറാക്കുമ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ സമയം മുടക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രഭാഷണ മാറ്ററുകൾ ക്രോഡീകരിക്കാറുള്ളത്. ഈ സെർച്ച് ബാറിലെ ടിപ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നിമിഷങ്ങൾ കൊണ്ട്, 1-2 മിനിറ്റുകളെ കൊണ്ട് നമുക്ക് ആവശ്യമാകുന്ന അത്രയും ദീർഘമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരു പ്രഭാഷണ മാറ്റർ വേണം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊരു മാറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയം നമ്മൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ന്യൂ ഇയർ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പ്രഭാഷണം നടത്തേണ്ടത് എങ്കിൽ സെർച്ച് ബാറിൽ ഞാൻ ന്യൂ ഇയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം റിസൾട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ ഓരോന്നും പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയമാണോ അല്ല എന്ന് നോക്കുന്നതിന് പകരം അതൊരു മാർഗ്ഗമാണ്. അങ്ങനെ ഓരോ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് ഒരു വലിയ മാറ്റർ ക്രോഡീകരിച്ച് ഒരുപാട് സമയം അതിനു വേണ്ടി കളയുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായൊരു മാർഗ്ഗം, നമുക്ക് ദീർഘമായ പ്രസംഗത്തിന് ആവശ്യമാകുന്ന ധാരാളം മാറ്ററുകൾ എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ സെർച്ച് ബാറിൽ ന്യൂ ഇയർ എന്ന് ക്ലിക്ക് ചെയ്തതിന് നേരെ താഴെ കാണുന്ന കാറ്റഗറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-25ഓളം കാറ്റഗറികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലെ ഏറ്റവും ആദ്യത്തിൽ കാണുന്ന 3 കാറ്റഗറി ഇത് നമ്മൾ പഠിച്ചു വെക്കുക. ഒന്ന് പ്രസംഗ മാറ്ററാണ്, മറ്റൊന്ന് അധ്യായമാണ്, മറ്റൊന്ന് ഉപ അധ്യായമാണ്. ഈ 3 കാറ്റഗറികളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കിയാൽ അത് വിശാലമായിട്ടുള്ള വിഷയമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിവിടെ പ്രസംഗ മാറ്റർ എന്ന് സെലക്ട് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രഭാഷണ മാറ്ററുകളുടെ വലിയൊരു ശേഖരം നമുക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ ഒരു പ്രഭാഷണ മാറ്റർ കിട്ടും. അത് നമുക്ക് ആമുഖം മുതൽ പ്രഭാഷണ മാറ്ററിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പ്രഭാഷണ മാറ്ററായിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എടുത്ത് പ്രഭാഷണം നടത്താം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടുക, കുറക്കാനുണ്ടെങ്കിൽ കുറക്കുക. ആ രൂപത്തിൽ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റർ കിട്ടുമെന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പ്രസംഗ മാറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അധ്യായമുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് റമദാൻ എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗ മാറ്റർ ഒരു പക്ഷേ ഇപ്പോൾ ചേർത്തിട്ടില്ല, ഇൻഷാ അല്ലാഹ് നമ്മൾ ഭാവിയിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രസംഗ മാറ്റർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റമദാൻ എന്ന വിഷയത്തെക്കുറിച്ച് അധ്യായം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ധാരാളം അധ്യായം കാണാൻ പറ്റും. അപ്പോൾ ആ അധ്യായം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസംഗ മാറ്ററിന് ആവശ്യമായിട്ടുള്ള ആയത്തുകളും ഹദീത്തുകളും ചരിത്രങ്ങളും ബൈത്തുകളും എല്ലാം അതിലുണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റമദാനിനെക്കുറിച്ചുള്ള പ്രഭാഷണ മാറ്റർ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അധ്യായവും ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉപ അധ്യായമുണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഉപാധ്യായത്തിൽ തന്നെ ധാരാളം വിഷയങ്ങൾ വേറെ ചർച്ച ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ ഭാഗത്തും പോയിട്ട് ആയത്തും ഹദീസും ക്രോഡീകരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതെല്ലാം ക്രോഡീകരിച്ച് വെച്ച ഒരൊറ്റ ഭാഗം നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് പ്രസംഗത്തിൽ ഏറ്റവും പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ബഹുഭാര്യത്വം എന്നൊരു വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗ മാറ്റർ വേണം. അപ്പോൾ പ്രസംഗ മാറ്ററിലോ അധ്യായത്തിലോ പക്ഷെ അത് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ഉപാധ്യായം. ഉപാധ്യായം തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 5-ാം ഭാഗത്തിലെ ഈ ബഹുഭാര്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നമുക്ക് കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ബഹുഭാര്യത്വവും ഇസ്ലാമിനെതിരെ നടക്കുന്ന വിമർശനങ്ങളും അതിനുള്ള മറുപടികളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബഹുഭാര്യത്വത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പ്രസംഗിക്കാനുള്ള മാറ്ററുകൾ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതാണ് സെർച്ച് ബാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഇനി സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു അക്ഷരം നമ്മൾ ആപ്ലിക്കേഷനിൽ ചേർത്ത് വെച്ച അതേ വാക്കായിരിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ.
ഉദാഹരണമായിട്ട് നമ്മൾ ആയിഷ ബീവി എന്നൊരു വിഷയം, ഈ ആയിഷ ബീവി എന്നുള്ളത് പല ആളുകളും പല രൂപത്തിൽ എഴുതും. കാരണം അത് അറബി വാക്കാണ്. അറബി വാക്കിനെ മലയാളീകരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള എഴുത്ത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ആയിഷ ബീവി എന്ന് എഴുതും, ആയിഷ ബീവി എന്ന് എഴുതും, അഥവാ നമ്മുടെ പശുവിൻ്റെ ഷാട്ടിട്ട് എഴുതും. അതുപോലെ ആയിഷ മഷിയുടെ ഷാട്ടിട്ട് എഴുതും. ഇങ്ങനെയൊക്കെ നമ്മൾ ആയിഷ ബീവിയെക്കുറിച്ച് എഴുതാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതിൽ ആഡ് ചെയ്ത് വെച്ച വിഷയം, ആയിഷ ബീവിയെക്കുറിച്ചുള്ള വിഷയം ഏത് വാക്കാണ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ചെയ്യേണ്ടത്, ഉദാഹരണമായിട്ട് ഞാനിവിടെ ആയിഷ ബീവി നടിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവി നടിച്ചു കൊടുക്കുമ്പോൾ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ റിസൾട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, സാധാരണ രീതിയിൽ നമ്മൾ വാക്കുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ കാണിക്കുന്നതൊക്കെ ആയിഷ ബീവി എന്ന് ഇട്ടടിക്കുന്ന സമയത്ത് കാണിക്കുന്നത് ആയിഷ ബീവി ഈ എന്നുള്ള വാക്കിട്ട് കാണിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിതിൽ കോമൺ ആയിട്ട് ഉപയോഗിച്ച ഈ ആയിഷ ബീവിയെക്കുറിച്ചുള്ള ടോപ്പിക്കിൽ ഉപയോഗിച്ചിട്ടുള്ള അക്ഷരം ആയിഷ ബീവി എന്ന രൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത കീവേഡാണ് ആയിഷ എന്നുള്ളത്, ഇയായിട്ട് കൊടുക്കുന്ന കീവേഡ്. ആ കീവേഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ആയിഷ ബീവി എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആയിഷ ബീവി എന്ന് അടിക്കുമ്പോൾ നമുക്ക് കാണുന്ന റിസൾട്ട് നോക്കാം, വളരെ കുറഞ്ഞ റിസൾട്ടേ കാണുള്ളൂ. പക്ഷേ ആയിഷ ബീവിയെക്കുറിച്ച് ധാരാളം റിസൾട്ട് നമുക്കിതിലുണ്ട്, വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ഈ ആപ്ലിക്കേഷനിൽ ആയിഷ ബീവിയെക്കുറിച്ച് കൊടുത്ത വാക്ക്. ഇപ്പം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു, ആയിഷ ബീവി നടക്കുമ്പോൾ ഇവിടെ കാണുന്ന വാക്ക് ആയിഷ ബീവി എന്നാണ്. അപ്പോൾ ആയിഷ ബീവി എന്ന കോമൺ വാക്കിലാണ് നമ്മൾ ഈ ഒരു വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആയിഷ ബീവി എന്നടിക്കുക, അഥവാ ഈ ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആയിഷ ബീവി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കാണാത്ത നിരവധി വിഷയങ്ങൾ നമുക്ക് ആയിഷ ബീവി എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇത് ഒരു ട്രിക്കാണെന്ന് വെച്ചാൽ, ഇത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനത്തെ ഏത് വിഷയങ്ങളാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അക്ഷരം അതിലില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേറൊരു അക്ഷരം കാണിക്കുന്നുണ്ടാകും എങ്കിൽ ആ അക്ഷരം ബേസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മളൊക്കെ സെർച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇനിയൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഫാത്തിമ ബീവി എന്നടിക്കുന്ന സമയത്ത്, ഫാത്തിമ ബീവി എന്ന് മലയാളത്തിൽ എഴുതുന്ന സമയത്ത് രണ്ട് ചേർത്തിയിട്ട് ഫാത്തിമ ബീവി എന്ന് എഴുതും. പിന്നെ അറബിയിലെ ഫാത്തിമ ഇന്ന ശൈലിക്ക് ഇട്ടിട്ട് ഫാത്തിമ ബീവി എന്ന് എഴുതും. ഇനി അതല്ലാതെ വെറും ഫാത്തിമ ബീവി ഒറ്റ ഇട്ടിട്ട് എഴുതുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോമൺ ആയിട്ട് ഫാത്തിമ ബീവി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഡീഷണൽ കീവേഡായിട്ട് നമ്മൾ ഇത്തരം ചില വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഫാത്തിമ ബീവി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഫാത്തിമ ബീവി എന്നുള്ള രണ്ട് വാക്കിനും കൂടെ സ്പേസ് ഇടാതെ ഒറ്റ വാക്കാക്കിയിട്ട് എഴുതാറുണ്ട്. ചില ആളുകൾ സ്പേസ് ഇട്ടിട്ട് എഴുതും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ സെർച്ച് റിസൾട്ട് ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. സ്പേസ് ഇട്ടിട്ട് പരീക്ഷിച്ച് നോക്കണം, സ്പേസ് ഇടാതെ പരീക്ഷിച്ച് നോക്കാം. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇത്തരം ഏത് വിഷയങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം കണ്ടിട്ടില്ലെങ്കിൽ ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് സ്പേസ് ഇട്ടിട്ട്, അതുപോലെ പര്യായപദങ്ങളുണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അഹങ്കാരം, കിബിർ, ആ ഒരു വിഷയത്തിൻ്റെ പര്യായപദങ്ങളായിട്ട് വരുന്ന വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. സ്വതക്കക്ക് ധർമ്മം വരുന്നുണ്ട്, ദാനം വരുന്നുണ്ട്, സംഭാവന വരുന്നുണ്ട്, പിരിവ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വതക്കയുടെ ഒരു പര്യായപദങ്ങളാണ്. ഇത്തരം പര്യായപദങ്ങളൊക്കെ നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ ഇത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും നമുക്കൊരു റിസൾട്ടും ഒരു വിഷയവും കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, ഓൾറെഡി നമ്മളിതിൽ 20,000-ഓളം കീവേഡുകളിലായിട്ട് 1,00,000 വാക്കുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതല്ലാത്ത ഏതെങ്കിലും വാക്കുകളാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എങ്കിൽ, ഒരു പക്ഷേ ഇതിൽ കാണുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായി വാട്സാപ്പ് വഴി ആ വിഷയം ഇല്ല എന്നുള്ള വിവരം നമ്മളെ അറിയിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു വിഷയം സെർച്ച് ചെയ്യുന്നു, ആ വിഷയം ഇതിൽ കാണുന്നില്ല എങ്കിൽ നേരെ താഴെ നമുക്ക് കാണാൻ കഴിയും, ഈ വിഷയം ഇല്ലാത്ത വിവരം ഞങ്ങളെ അറിയിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് ആ വിഷയം കിട്ടും. കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പുസ്തകത്തിൻ്റെ ഒരുപാട് പുതിയ ഭാഗങ്ങൾ ഇതിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 8 ഭാഗം കംപ്ലീറ്റ് ആയി. 9, 10, 11 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 12, 13, 14 ഇൻഷാ അല്ലാഹ് വൈകാതെ വന്നുകൊണ്ടിരിക്കും. ഒരുപാട് എഴുത്തുകാർ ഇതിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന എഴുത്തുകളിൽ, പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന, അതിന് നിങ്ങൾ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്തിട്ട് കാണാത്ത വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചേർത്തും. ആ ചേർക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ആ വിഷയം കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ വിവരം നമ്മൾ അറിയിക്കണം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പക്ഷേ ഉദ്ദേശിക്കുന്ന വിഷയത്തിനോട് സാമ്യതയുള്ളതോ അല്ലെങ്കിൽ ആ വിഷയം പെട്ടെന്ന് കണ്ടെത്താനുള്ള
ട്രിക്കുകളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് വാട്സപ്പ് വഴി അറിയിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2 വാക്കുകൾ വരുന്ന വിഷയങ്ങളുണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ബറാഅത്ത് രാവിലെ യാസീനെ കുറിച്ച് അറിയണമെന്ന് വെക്കുക. ഈ ബറാഅത്ത് രാവിലെ യാസീനെ കുറിച്ച് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഞാൻ ടൈപ്പ് ചെയ്യുന്ന വാചകം ബറാഅത്തിലെ യാസീൻ എന്നായിരിക്കും, അല്ലെങ്കിൽ ബറാഅത്തും യാസീൻ എന്നായിരിക്കും, അല്ലെങ്കിൽ ബറാഅത്ത് ദിനത്തിന് യാസീൻ എന്നായിരിക്കും. ഇങ്ങനെയൊക്കെ പല രൂപത്തിലും പല ആളുകളും ടൈപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ സൈഡിൽ നിന്നും ഇതിൽ ആഡ് ചെയ്ത് വെച്ചത് എങ്കിൽ ആ റിസൾട്ടാണ് കാണുക. ഒരു പക്ഷേ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വേർഡും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച ആ ഒരു വേർഡും തമ്മിൽ മാച്ചായിട്ടില്ലെങ്കിൽ റിസൾട്ട് ഒരു പക്ഷേ ഒന്നും കാണിക്കണമെന്നില്ല. ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ബറാഅത്ത് രാവിലെ യാസീനെ കുറിച്ചാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബറാഅത്ത് എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പ്ലസ് എന്നൊരു ഐക്കൺ കൊടുക്കുക. കൊടുത്തതിന് ശേഷം യാസീൻ എന്ന് കൊടുക്കുക. ബറാഅത്ത് പ്ലസ് യാസീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബറാഅത്ത് രാവിലെ യാസീനെ കുറിച്ച് പറയുന്ന ഭാഗം കിട്ടും. അഥവാ പ്ലസ് ഇട്ടിട്ടാണ് 2 വാക്കുകൾ വരുന്നെങ്കിൽ 3 വാക്കുകളൊക്കെ വരുമ്പോൾ അതിനിടയിൽ പ്ലസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഭാഗം, ആ ഒരു വിഷയം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിര എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചരിത്രം കിട്ടേണ്ടത്, അതിൻ്റെ ഒരു വിഷയം കിട്ടേണ്ടത് എങ്കിൽ നമ്മൾ സെർച്ച് ബാറിൽ നിര എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നിര എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ റിസൾട്ടിൽ നരകവും കടന്നു വരുന്നുണ്ട്. കാരണം ഈ നരകം എന്ന വാക്കിലും നിരയുണ്ട്. അപ്പോൾ ഈ നിര എന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നരകവും അത് കൂട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷയം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ നിര എന്നുള്ള വിഷയം മാത്രം എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നിര എന്നുള്ള വാക്കിന് ശേഷം സ്വാഭാവികമായിട്ടും ഒരു സ്പേസ് വരും. നമുക്ക് ആ സ്പേസ് മനസ്സിലാക്കിയിട്ട്, സ്പേസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിര എന്നുള്ള വാക്കിൻ്റെ ശേഷം സ്പേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് നിര എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്തപ്പോൾ നരകം കയറി വന്നിരുന്നു. പക്ഷേ ഇവിടെ സ്പേസ് കൊടുത്തോടുകൂടി നരകം എന്നുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് ഒഴിവായിപ്പോയി. ആ നിര എന്നുള്ള കൃത്യമായ ഭാഗം തന്നെ, ആ ഒരു വിഷയം തന്നെ നമുക്കിതിൽ സെർച്ച് റിസൾട്ടിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കയറി വരുമ്പോൾ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാർഗം. അതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അഹങ്കാരം എന്നുള്ള വാക്ക് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിൽ അഹങ്കാരം എന്ന വാക്ക് തന്നെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ വാക്കുകളൊന്നും ഇല്ലാത്ത റിസൾട്ടും കയറി വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ റിസൾട്ടുകളും ഈ അഹങ്കാരവുമായി എന്തെങ്കിലും ബന്ധമുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അഹങ്കാരത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസൾട്ട് കാണാം. കൂട്ടത്തിൽ കാണാം അബൂജഹലിൻ്റെ ധിക്കാരം എന്ന്. ഇവിടെ അബൂജഹലിൻ്റെ ധിക്കാരം എന്നുള്ള വിഷയവും അഹങ്കാരവും കണക്റ്റഡ് ആണ്. അത് നമ്മൾ അഡീഷണൽ കീവേഡായിട്ട് കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഏത് വിഷയം നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ഹൈലൈറ്റ് കാണിക്കാതെ കടന്നു വരുന്ന ടോപ്പിക്കുകളും നമ്മൾ സെർച്ച് ചെയ്യുന്ന വിഷയവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും പല ആളുകളും ഇതിൽ സെർച്ച് ചെയ്യാറുള്ളത് ഒരു വിഷയം ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോകാവസാനം ഒരു വെളിപ്പാടകരെ, ഇതൊരു വിഷയമാണ്, സ്വാഭാവികമായിട്ട് പ്രസംഗത്തിൽ സാധാരണ മാറ്ററായിട്ട് വരുന്നൊരു വിഷയമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയം ഇങ്ങനെ തന്നെ നമ്മളിതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ലോകാവസാനം ഒരു വെളിപ്പാടകരെ എന്നൊരു വാക്ക് നമ്മളിതിൽ സെർച്ച് വേർഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വിഷയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വിഷയത്തിൻ്റെ കാതലായ വശം മാത്രം സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ലോകാവസാനം ഒരു വെളിപ്പാടകരെ എന്നുള്ളത് അതിൻ്റെ കാതലായ വശം ലോകാവസാനം എന്നാണ്. അപ്പോൾ ലോകാവസാനം എന്നോ ഖിയാമത്ത് നാൾ എന്നോ അന്ത്യനാൾ എന്നോ ഇത്തരം വാക്കുകളായിരിക്കണം നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ധാരാളം വിഷയം നമുക്ക് കിട്ടും. ആ വിഷയങ്ങൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാറ്ററിലേക്ക്, അല്ലെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി നമുക്ക് തന്നെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ ഒന്നാം ഭാഗമാണ് ഈ പ്രഭാഷണകോശത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും, ഒന്നാം ഭാഗമാണെങ്കിലും രണ്ടാം ഭാഗമാണെങ്കിലും ഓരോ ഭാഗങ്ങളിലെയും വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് ബാറിലെ ഈ ബുക്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നാം ഭാഗം മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം ഭാഗത്തിലെ മുഴുവൻ വിഷയങ്ങളും വരും.
അഥവാ ആയത്തും ഹദീസും ചരിത്രങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഓരോ ഭാഗങ്ങളിലെയും മുഴുവൻ വിഷയങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ഭാഗത്തിലെ വിഷയങ്ങളാണോ കാണേണ്ടത് എങ്കിൽ ആ ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഭാഷ മലയാളത്തിലായിരിക്കണമെന്നാണ്. കാരണം നമ്മളിതിൽ ചേർത്തിയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീബോർഡ് ഈ Gboard കീബോർഡ് ആകുക എന്നുള്ളതാണ്. ഗൂഗിളിൻ്റെ Gboard കീബോർഡ് ആകുക എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാത്ത കീബോർഡ് വഴി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് ചില അക്ഷരങ്ങളൊക്കെ അതിൽ കയറി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു ഉദാഹരണ സഹിതം നമ്മൾ ആ സെർച്ച് ബാറിനെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ വിഷയങ്ങൾ ബോധ്യപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ കീബോർഡ് ഒന്ന് Gboardൻ്റെ കീബോർഡാക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരം ഒഴിവാക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പഴയ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ഇപ്പോൾ ഉദാഹരണമായിട്ട് റമളാൻ എന്നുള്ള വാക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വെറും റമളാ എന്ന് മാത്രം സെർച്ച് ചെയ്യുക. വുളു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വെറും വുളു എന്ന് മാത്രം സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റമളാനിൻ്റെ മുന്നൊരുക്കം എന്നൊക്കെ നമുക്ക് റിസൾട്ടിൽ കിട്ടും. കാരണം റമളാനിൻ്റെ മുന്നൊരുക്കം എന്നുള്ള വാക്കിൽ റമളാൻ എന്ന് പൂർണ്ണമായിട്ടില്ല. അവസാനത്തെ എന്നുള്ളത് നീ എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ അക്ഷരം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് വുളൂഇൻ്റെ ഷർത്തുകൾ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ വെറും വുളൂ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. കാരണം വുളൂ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു അക്ഷരം വുളൂഇൻ്റെ ഷർത്തുകൾ എന്നതിലില്ലാത്തത് കൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് റിസൾട്ടിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും അവസാനത്തെ അക്ഷരം നമ്മൾ ഒഴിവാക്കിയിട്ട് സെർച്ച് ചെയ്യുക. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇവിടെ ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രം. അതുപോലെ അവസാനത്തെ ചിഹ്നം, ഉദാഹരണമായിട്ട് അദബ്, അറിവ്, റജബ്, ബറാഅത്ത്, ഇത്തരം വിഷയങ്ങളൊക്കെ അവസാനത്തെ ചന്ദ്രക്കല ഉണ്ടാവും. ഇത്തരം ചിഹ്നങ്ങൾ, അഹങ്കാരം എന്നുള്ളിടത്ത് അവസാനത്തെ ആ ഒരു പൂജ്യം ഒഴിവാക്കിയാൽ അഹങ്കാര, റജബ, അദബ, അറിവ, ഇങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദബില്ലെങ്കിൽ അറിവിൻ്റെ മഹത്വം, ഇങ്ങനെയൊക്കെ അവസാനം ആ ചിഹ്നം മാറി വരുന്ന, അല്ലെങ്കിൽ വെള്ളിയായിട്ടൊക്കെ മാറി വരുന്ന അക്ഷരങ്ങളുണ്ടാകും. അത്തരം അക്ഷരങ്ങളുള്ള റിസൾട്ടും കൂടെ നമുക്ക് കിട്ടും. റിസൾട്ട് കിട്ടില്ല എന്നല്ല, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചില പൊടിക്കൈകൾ, ചില പോയിൻറ്റ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് സെർച്ച് ബാർ നമുക്ക് കൃത്യമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് സെർച്ച് ബാർ ഉപയോഗിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.